ഡിയേഴ്സ് ട്രാവൽ ടേൽസ് ബൈ അനു വ്ളോഗ്സിൻ്റെ മറ്റു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മച്ചന്മാരിൽ നിന്ന് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഉമ്മലസത്ത് നേരെ ബൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സജീവമായൊരു ഫാമിലി നടത്തുന്ന ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ സ്വിമ്മിംഗ് പൂൾ പാർട്ടിയാണ് ഇന്ന് ബൂരിയിലുള്ള മനോഹരമായ ഒരു പൂളിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ ഒരു പൂളിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ ആ സ്വിമ്മിംഗ് പൂൾ പാർട്ടിയുടെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ ഉമ്മലസത്ത് നേരെ ബൂരിയിലേക്ക് പോകുന്ന വഴിക്ക് സെഗയിലുള്ള അൽമിനാർ ബേക്കറിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അൽമിനാർ ബേക്കറിയിലാണ് നമുക്കിന്ന് സ്വിമ്മിംഗ് പൂൾ പാർട്ടിക്ക് കട്ട് ചെയ്യേണ്ട കേക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ കേക്ക് വന്ന് ഓർഡർ ചെയ്തു. സജീവായൊരു ഫാമിലിക്കും വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇപ്പം നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഈ അൽമിനാർ ബേക്കറിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ബഹറിൻ്റെ നാനാഭാഗങ്ങളിൽ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുകളൊക്കെ ലഭിക്കുന്ന വളരെ മനോഹരമായ ഒരു ബേക്കറിയാണ് അൽമിനാർ ബേക്കറി എന്ന് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി അൽമിനാർ ബേക്കറിയിൽ നിന്നാണ് ഓരോ ഫംഗ്ഷനും കേക്കുകളൊക്കെ മേടിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഫ്ലേവറുകളായിട്ടുള്ള കേക്കുകളൊക്കെ ലഭിക്കും. എന്തായാലും കേക്കൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളിപ്പോൾ സെഗയിൽ നിന്ന് നേരെ ബൂരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൂരിയിലെത്തിയിട്ട് അല്ലെങ്കിൽ ആ മനോഹരമായ പൂളിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇപ്പം നമ്മൾ ബൂരിയിൽ ആ ഒരു സ്വിമ്മിംഗ് പൂൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ഇതാണ് ബൂരിയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ആ മനോഹരമായ പൂള്. നമ്മൾ ആലിയിൽ നിന്ന് വരുമ്പോൾ ബൂരിയിലെത്തുന്നതിന് മുൻപ് കാണുന്ന ആ ടണലൊക്കെ കഴിഞ്ഞ് ഇത്രയും കൂടെ കയറ്റം കയറി മുന്നിലോട്ട് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്രൗണ്ടിന് അടുത്തായിയാണ് ഈ ഒരു പൂള് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ ഇത്രയും കൂടെ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ഫുട്ബോൾ കോർട്ടുണ്ട്. അപ്പോൾ ആ ഫുട്ബോൾ കോർട്ടിൻ്റെ സൈഡിൽ ഏകദേശം 6ഓളം പൂളുകളുണ്ട്. അതിലൊരു പൂളായിരുന്നു കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾ ബുക്ക് ചെയ്തത്. എന്തായാലും ആ മനോഹരമായ പൂളിൻ്റെ ഉൾവശത്തെ ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്നു ചേരുന്നതേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞതിന് ശേഷം മനോഹരമായ ആ ഒരു സ്വിമ്മിംഗ് പൂൾ പാർട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ കൂടിയാണ്. അപ്പോൾ സജീവായൂരിൻ്റെ മകൻ സച്ചു ഇപ്പം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. മാറുവാനീസ് കോളേജിൽ 3rd ഇയർ പഠിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ നാട്ടിലേക്കൊക്കെ സെറ്റിലാവാൻ പോവുകയാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനോഹരമായ ആ സ്വിമ്മിംഗ് പൂൾ പാർട്ടിയുടെയും ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. വിവാഹത്തിലൂടെയുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ കഥനഘട്ടങ്ങൾ ഒരുപാട് രണ്ടുപേരും ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്തായാലും
വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സെൻസർ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടാ. സാധിക്കും. സെൻസർ ചെയ്ത് സജീവമായ ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ കുടുംബ സംഗമം നടത്തണം എന്നൊരാഗ്രഹിച്ചതാണ്. പക്ഷേ മോൻ്റെ അഭാവത്തിൽ ആണ് ഇത്രയും നാൾ നടത്താതിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് എല്ലാവരും കൂടെ എടുക്കുക, ഞാൻ നിർത്തിയിട്ട് പോവേ. ആ പിന്നല്ല, വെക്കേഷന് പോയിട്ട് വന്നിട്ട് ഇങ്ങനൊരു കുടുംബ സംഗമം നടത്താമെന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുകയാണ് മോന് 10 ദിവസത്തെ അവധി കിട്ടി പെട്ടെന്ന് ആക്കി മുന്നോട്ട് വന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ഒരു കാര്യം മനസ്സിലുള്ളത് കൊണ്ട് അത് പിന്നെ മാറ്റി വയ്ക്കേണ്ട എന്ന് വിചാരിച്ച് ചിലപ്പോൾ രണ്ടാമത് ഇനിയിപ്പോൾ മോൻ ഇങ്ങോട്ട് വരില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ നടത്താം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരെല്ലാവരെയും കൂടെ കൂട്ടി ചെറിയൊരു ഭക്ഷണം നടത്തണം എന്നൊരാഗ്രഹിച്ചു. അതിലാണ് നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചത്. എന്തായാലും ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ രാവ് ആഘോഷിക്കാനുള്ള, സന്തോഷിക്കാനുള്ളതാണ്. അപ്പം പൂളുണ്ട്. അപ്പം ആ രീതിയിൽ പിന്നെ എൻജോയ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ പാട്ട്, അതിനോടൊപ്പം തന്നെ ഡാൻസ്, അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സന്തോഷിക്കാം. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം എത്തിച്ചേർന്നതിന്. താങ്ക് യു. അതെ, നമ്മുടെ സന്തോഷത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ എല്ലാവരും കൂടെ ഉണ്ടായാലും ഒരുപാട് സന്തോഷം. മഹാവിദ്യാഭ്യാസ കോളേജ് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കോളേജ് വിദ്യാഭ്യാസ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വരവാണ്. ഒരു റിട്ടയർമെൻ്റൊക്കെ ചെയ്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്നൊക്കെ കേൾക്കുന്നു. കരക്കപ്പിയാണ്, ഉറപ്പില്ല. എന്നാലും മകൻ മാറിവനസിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിയും അവർക്ക് ബോക്സിംഗ് ചാമ്പ്യനൊക്കെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ സ്റ്റേറ്റ് ലെവലിലൊക്കെ ചാമ്പ്യനായതൊക്കെയാണ്. അവനെ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ഹലോ. നാട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ കോളേജ്, ട്രെയിനിങ്, പിന്നെ ഒരു ഹാപ്പി മൊമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. എത്ര ട്രൈ ചെയ്തിട്ട് അച്ഛൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നാട്ടിൽ എന്നെ ഹാപ്പി ആക്കാൻ. പക്ഷെ എന്നാലും അച്ഛനും അമ്മ ഇവിടെ, പിന്നെ ബേസിക്കലി എൻ്റെ ഹാപ്പിനെസ് കൂടുതൽ ഇവിടെയാണ്. ഇങ്ങനത്തെ ഉള്ള ഗെറ്റ് ടുഗദേഴ്സ്, പിന്നെ നമ്മൾ ചെറിയ ചെറിയ ട്രാവൽസ്, ഗ്രൂപ്പായിട്ട് പോയി ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് ഫണ്ട്. അത് ഇവിടെ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്നൊരു താങ്ക്സ് ആൻഡ് ഹാവ് ഫൺ. താങ്ക് യു. ഇവിടെ എല്ലാവരും ഒത്തുചേർന്നത് അത് 2 വാക്ക് സംസാരിച്ചു. 1 മിനിറ്റ് കൂടെ കേൾക്കണ്ടേട്ടാ. ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നത് ആരോഗ്യ മാസ്റ്റർ ഫാമിലി.